അവൻ ഹരികുമാർ കുറ്റമേറ്റു പറഞ്ഞെങ്കിലും 2.5 വയസ്സുകാരി ദേവേന്ദുവിന്റെ കൊലപാതകത്തിൽ ദുരൂഹതകൾ ബാക്കിയാണ്. കുടുംബാംഗങ്ങളുടെ മൊഴികളിലെ വൈരുദ്ധ്യമടക്കം പലതും ഇനിയും ചുരുളഴിയേണ്ടതുണ്ട്. പോലീസിന്റെ സമർത്ഥമായ നീക്കങ്ങളാണ് മണിക്കൂറുകൾക്കുള്ളിൽ മരണം കൊലപാതകമാണ് എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തിച്ചത്. കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുത്തതിന് പിന്നാലെ പോലീസിന് സംശയം കുടുംബാംഗങ്ങൾക്ക് നേരെ. പോലീസിനുണ്ടായ സംശയത്തിന് പല കാരണങ്ങൾ. അമ്മാവൻ ഹരികുമാറിന്റെ മുറിയിൽ പുലർച്ചെയുണ്ടായ ചെറിയ തീപിടുത്തം, പരിസരത്തു നിന്ന് കണ്ടെത്തിയ കുരുക്കിട്ട കയറുകളും കസേരകളും, 30 ലക്ഷം രൂപ കളവ് പോയെന്ന് കഴിഞ്ഞ ദിവസം പോലീസിന് നൽകിയ പരാതി, കുഞ്ഞ് ആർക്കൊപ്പം കിടന്നെന്ന പരസ്പര വിരുദ്ധ മൊഴികൾ. ആദ്യഘട്ടത്തിൽ തന്നെ വീട്ടിലെ മുഴുവൻ പേരെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് പഴുതുകളടച്ചു. ഒരു കൂസലുമില്ലാതെ അമ്മാവൻ ഹരികുമാറും ദേവേന്ദുവിന്റെ മാതാവ് ശ്രീധുവും അവസാന നിമിഷം വരെ പിടിച്ചുനിന്നു. ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റ് മുന്നിൽ നിരത്തിയപ്പോൾ കള്ളം പൊളിഞ്ഞു. കൊലപ്പെടുത്തിയ ശേഷം കിണറ്റിലിട്ടെന്നും കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്നുമുള്ള ഹരികുമാറിന്റെ മൊഴികൾ വീണ്ടും പോലീസിനെ കുഴപ്പിച്ചു. മുങ്ങി മരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലോടെ ജീവനോടെ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തി. ഇനി അറിയേണ്ടത് കൊലയ്ക്കു പിന്നിലെ കാരണമാണ്. അതെന്തായാലും പോലീസ് വെളിപ്പെടുത്തും. പക്ഷേ 2.5 വയസ്സുകാരിയോടുള്ള ഈ ക്രൂരത നെഞ്ചുലയ്ക്കുന്നതാണ്. ക്യാമറാമാൻ അനന്തൂബി നായർക്കൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അമ്മാവൻ ഹരികുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കുഞ്ഞിന്റെ അമ്മയെ വീണ്ടും ചോദ്യം ചെയ്യും എന്നാണ് പോലീസ് അറിയിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരാളെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റ് അന്വേഷണങ്ങൾ തുടരുന്നു. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും റോളുണ്ടെങ്കിൽ അത് അന്വേഷണത്തിൽ വെളിവാങ്ങുന്ന മുറയ്ക്ക് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതാണ്. അല്ല, അതിപ്പം പിന്നെ ഏകദേശം വ്യക്തമായിട്ടുള്ളതാണ്. അത് കുറച്ച് അന്വേഷണങ്ങളോട് അതുമായി ബന്ധപ്പെട്ട് നടത്താനുണ്ട്. അതിനുശേഷം അറിയിക്കാം. തീർച്ചയായും അത് ടൈം പിന്നെ ഒരു രാവിലെ ഒരു 6 മണിയോടെ എന്ന് പറയാം. അല്ല, അതിനെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് പിന്നീട് അറിയിക്കാം. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ബാലരാമപുരത്ത് നിന്ന്. സലീം, വലിയ നടുക്കമുണ്ടാക്കിയ വാർത്തയാണ്. അതിലിപ്പോൾ ഏറ്റവും ഒടുവിലായി അന്വേഷണ ഉദ്യോഗസ്ഥൻ വിശദീകരിക്കുന്നത് എന്താണ്? ഈ കൊലപാതകത്തിന്റെ കാരണമെന്ത് എന്നുള്ള അവ്യക്തത ഇപ്പോഴും തുടരുന്നു. പോലീസും അത് വിശദീകരിക്കുന്നില്ല ഈ ഘട്ടത്തിൽ. എന്താണ് പോലീസ് പറയുന്നത് ഒടുവിലായി സലീം? പ്രജിത്ത്, ഞെട്ടിക്കുന്ന ആരും കൊലയുടെ ഓരോ വിവരങ്ങളായി പുറത്തു വരികയാണ്. അതിലെ ഓരോ ടാസ്കുകൾ പോലീസ് പൂർത്തീകരിച്ച് വരികയാണ്. അതിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതി അമ്മാവൻ ഹരികുമാറിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. അതേസമയം അമ്മ ശ്രീധുവിന്റെ അറസ്റ്റ് ഇപ്പോഴും രേഖപ്പെടുത്തിയിട്ടില്ല. പോലീസ് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഒരുപക്ഷെ ഇന്ന് രാത്രി അമ്മയെ വിട്ടയച്ചേക്കും. അതല്ലെങ്കിൽ ഇന്ന് കൃത്യമായ സൂചനകളില്ലെങ്കിൽ ഇന്ന് തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം അടുത്ത രാവിലെ തെളിവ് ബാക്കി ശേഖരണത്തിനായി വിളിപ്പിക്കും. അതിന്റെ ഈ സ്ത്രീ എന്ന പരിഗണനയും കൃത്യമായി അമ്മയ്ക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് തെളിയിക്കാൻ ഈ ഘട്ടത്തിൽ പോലീസിന് കഴിയാത്തത് കൊണ്ടാണ് അമ്മയ്ക്ക് ഒരു ആനുകൂല്യം ലഭിക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ അപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും സാധ്യതയിൽ അത്തരത്തിലൊരു സാധ്യത ലഭിക്കുകയാണെങ്കിൽ അമ്മയെ കൂടി അറസ്റ്റ് ചെയ്യുന്ന നിലയിലേക്ക് കൂടി നീങ്ങും. നിലവിൽ ഒരാളുടെ അറസ്റ്റ് മാത്രമാണ്, അമ്മാവൻ ഹരികുമാറിന്റെ അറസ്റ്റ് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, വിട്ടയച്ചിരിക്കുന്ന അച്ഛനെയും മുത്തശ്ശിയെയും രണ്ടുപേരെയും വിട്ടയച്ചിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിൽ അവർക്കും ഈ റോളുണ്ടോ എന്ന്, കൊലപാതകത്തിൽ റോളുണ്ടോ എന്ന് പരിശോധിക്കും. അതിനുശേഷം അവരെയും കൂടുതൽ ആവശ്യങ്ങൾക്കായി ചോദ്യം ചെയ്യലിനും മറ്റും വീണ്ടും വിളിപ്പിക്കും എന്നുള്ളതാണ് പറയുന്നത്. കൊലപാതകത്തിന്റെ കാരണം എന്ത് എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല എന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നു. അപ്പോഴും ഞെട്ടിക്കുന്ന ആരും കൊലയിൽ ആദ്യ ദിവസം സംഭവം നടന്ന അതേ ദിവസം തന്നെ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, അതിൽ ഈ അമ്മയ്ക്ക് റോളുണ്ടോ എന്ന് പോലീസിന് സംശയമുണ്ട്. പക്ഷേ അതിലെ ചില തെളിവുകളുടെ അഭാവത്തിൽ അമ്മയ്ക്കുള്ള റോൾ കണ്ടെത്താൻ കഴിയാത്തൊരു പ്രശ്നമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മുമ്പിലുള്ളത്. എന്തായാലും അതിനുകൂടിയുള്ള സാധ്യതകളാണ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ വാട്സാപ്പ് ചാറ്റുകളുടെ ഉൾപ്പെടെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പ്രതിയിലേക്ക് പോലീസ് വളരെ വേഗം എത്തിയത്. ആദ്യഘട്ടത്തിൽ ഈ മൊഴികളിലെ വൈരുദ്ധ്യം, ഇത് സമ്മതിക്കാൻ ഉള്ള പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം വാട്സാപ്പ് ചാറ്റുകൾ നിരത്തിയുള്ള തെളിവെടുപ്പിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. ആ കുറ്റം സമ്മതിച്ചത് ആരെങ്കിലും രക്ഷിക്കാനാണോ എന്നുള്ളൊരു സംശയം. ദുരൂഹത ഇപ്പോഴും ബാക്കിയാണ്. ഉത്തരം കിട്ടാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സലീം മാലിക് ബാലരാമപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. അമ്മയുടെ പങ്ക് സംബന്ധിച്ച് യാതൊരു തെളിവും ഈ ഘട്ടത്തിൽ പോലീസിന് ലഭ്യമായിട്ടില്ല എന്നാണ് അവർ വിശദീകരിക്കുന്നത്. ചോദ്യം ചെയ്യലിന് ശേഷം അമ്മയെ വിട്ടയച്ചേക്കും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.